പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യുവാക്കൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് അവർക്ക് വിജയിക്കാൻ സാധിക്കും. ഇത് യുവാക്കൾക്ക് മാത്രമല്ല, മരിക്കുന്നതുവരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. അതിലൊന്ന്, ഇൽമു പഠിക്കണം, അറിവ് നേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഹദീസിലൂടെ എല്ലാ വിജ്ഞാനങ്ങളും നമ്മിലേക്ക് എത്തിച്ചു തന്നത് എന്തിനാണ്? നമ്മൾ പഠിക്കാനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വൽ ഹിൽമു ബിത്തഹല്ലും. പഠിച്ച് അറിവ് നേടുക. രണ്ടാമത്തത്, ധാർമ്മികത കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്. ആരാണോ ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്നത്, അഥവാ തോന്നിവാസങ്ങളിലേക്ക്, വൃത്തികേടുകളിലേക്ക്, ലൈംഗികമായ അരാജകത്വങ്ങളിലേക്ക് പോകാത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ നിലക്കുള്ള ഇഫ്ഫത്ത് നൽകുന്നതാണ്, ചാരിത്രം നൽകുന്നതാണ്, നല്ല സംസ്കാരം നൽകുന്നതാണ്. മൂന്നാമത്തത്, തന്റെ രഹസ്യ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാരോ അവനാണ് യഥാർത്ഥ മുത്തഖി. ശ്രദ്ധിക്കുക, ഇന്ന് മനുഷ്യർക്ക് രഹസ്യമായ സമയങ്ങളും സന്ദർഭങ്ങളും എമ്പാടുമാണ്. മൊബൈൽ ഫോണും ഒരു വ്യക്തിയും മാത്രം മതി അയാളും തിന്മയും ഒറ്റക്കാവാൻ. നാലാമത്തത്, അലസതയും മടിയും ഒഴിവാക്കി പ്രവർത്തിക്കാൻ രംഗത്ത് വരൂ. ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. ഉപകാരപ്രദമായ എല്ലാ കാര്യത്തിലേക്കും താല്പര്യപൂർവ്വം മുന്നോട്ട് വരിക. റഹ്മാനായ റബ്ബിനോട് സഹായം തേടൂ. വലാ തഅജിസ്. മടി കാണിക്കല്ലേ, അലസത കാണിക്കല്ലേ, മൂടിപ്പുതച്ച് കിടക്കല്ലേ, ചടഞ്ഞിരിക്കല്ലേ, പ്രവർത്തിക്കൂ. അഞ്ചാമത്തത്, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. അള്ളാഹു എപ്രകാരമാണോ നിങ്ങൾക്ക് ഇഹ്സാൻ ചെയ്തത്, തിരിച്ച് റഹ്മാനായ റബ്ബിനും ഇഹ്സാൻ ചെയ്യുക. എങ്ങനെയാണത്? കറകളഞ്ഞ ഇബാദത്ത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. കൂടെ ജീവിക്കുന്ന ആളുകൾക്കും നാട്ടുകാർക്കും നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക. അതിനുള്ള കഴിവും ശക്തിയും ആരോഗ്യവും സമ്പത്തും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. റബ്ബിന് നൽകേണ്ട ഇബാദത്തും നൽകണം, സമൂഹത്തിനുള്ള നല്ല നല്ല സേവനങ്ങൾ ചെയ്യണം. അല്ലാതെ വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, യുവത്വത്തെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്.